തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എംപിമാരുടെ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നാണ് പ്രതിഷേധം അറിയിച്ചത്. പോലീസ് നേതാക്കളെ വളയുകയാണ്. പ്രതിഷേധ ചൂടിൽ കത്തിക്കയറുകയാണ്. മുന്നിൽ ഷാഫിയുമുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാർച്ചിൽ പങ്കെടുത്തു. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. ബാരിക്കേഡ് ചാടിക്കടക്കാൻ എംപിമാർ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് തടഞ്ഞത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. മാർച്ചിന് ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയം മുൻനിർത്തി വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും നേതാക്കൾ ഉയർത്തും. പ്രതിഷേധത്തിന് ശേഷം എംപിമാർക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട്. വിരുന്നിലും ഇക്കാര്യം ചർച്ച ചെയ്യും. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർക്കുന്നതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർത്തെന്നും ഹരിയാനയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിൽ സംശയമുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് കുതിച്ചുയർന്നു. 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. CCTV ദൃശ്യങ്ങൾ 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ഇത് ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുവെന്നും ഹരിയാനയിലും അട്ടിമറിയുണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഷാഫിയുടെ പ്രതികരണങ്ങൾ കാണാം. തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഒന്നാകെ ആളിപ്പടരാൻ പോവുകയാണ് എന്നുള്ളതിന്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഇന്നത്തെ സമരം. ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആളുകൾ പോലും ഈ സമരത്തിനെത്തുക. അതിന്റെ കാരണം അത്രയും ഫാക്ച്വൽ ആയിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അതിന്റെ ഉത്തരം പറയാൻ കഴിയാത്തവർ, അതിന് കൃത്യമായി മറുപടി ഇല്ലാത്തവർ, അവരുടെ വീഴ്ചകളെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് മാറുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ രാജ്യം പ്രതീക്ഷിക്കുന്നത് BJPയുടെ ഒരു പോഷക സംഘടനയല്ല, അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയല്ല. ഇന്ത്യൻ പാർലമെന്റിനകത്ത് 420 അവർ നിൽക്കുന്നത്. 420 അപ്പുറത്തും 130 ആൾ ഇപ്പുറത്തും അല്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ പാതിയാണ് സമരത്തിനുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിലെ പാതിയാണ് ചർച്ച ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ പാതിയാണ് ഈ ചർച്ച മുന്നോട്ട് വെക്കണമെന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു ചർച്ചക്ക് തയ്യാറല്ല. പ്രധാനമന്ത്രിക്കൊന്ന് പാർലമെന്റിനകത്ത് വരാൻ പോലും ആർജവുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. സമരം ആളി പടരുക തന്നെ ചെയ്യും. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് BJP കമ്മീഷനാണ്. ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ അവർക്ക് അർഹതയില്ല, വിളിക്കപ്പെടാൻ അർഹതയില്ല. അവര് BJP കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇതിലും നല്ലത് അത് പിരിച്ചുവിട്ടിട്ട് BJPയുടെ പോഷക സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യണം. ABVP പോലെ, യുവമോർച്ച പോലെ, മഹിളാ മോർച്ചയെ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കണം. ഘടകകക്ഷിയായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രാഷ്ട്രീയക്കാരുടെ മാത്രം സമരമായിട്ട് ഇതിനെ കാണരുത്. ഇത് കേവലം രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പ്രവർത്തകരോ ജനപ്രതിനിധികളോ നേതാക്കന്മാരോ മാത്രം നടത്തുന്ന സമരമായിട്ട് ഇതിനെ കാണരുത്. ഇതിനുള്ള ജനങ്ങളുടെ പിന്തുണ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ആവണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊടി പിടിക്കാത്ത നിഷ്പക്ഷരായ ആളുകളും ചില ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. സാധാരണ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഹസിക്കാൻ വരുന്നവർക്ക് പോലും ഇപ്പോൾ വായടഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ഈ പോരാട്ടത്തിന് തിരികൊളുത്തിയത്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ ഈ പോരാട്ടം രാജ്യം മുഴുവൻ ആളിപ്പടരുക തന്നെ ചെയ്യും. ഇപ്പൊ ഇതാ രാവിലെ നിങ്ങളുടെ വാർത്തകൾ ഓഗസ്റ്റ് 14 രാത്രി സ്വാതന്ത്ര്യ രാവിൽ 14 ജില്ലാ ആസ്ഥാനത്തും KPCC സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്രീഡം ലൈറ്റ് എന്ന പേരിൽ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KPCC ഒരു പ്രഖ്യാപനം കൂടെ നടത്തുന്നു. തൃശൂരിലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തൃശൂരിൽ കർണാടക മാതൃകയിൽ ഒരു പഠനം നടത്താനുള്ള ഇനീഷ്യേറ്റീവ് KPCC എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഇനീഷ്യേറ്റീവ് AICCയുടെ കൂടെ നിർദ്ദേശമുണ്ട്. ആ ഇനീഷ്യേറ്റീവ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ അതും ചെയ്യും. ഇന്ന് അവിടെ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു വീട്ടമ്മ പുറത്തു വന്നിരിക്കുന്ന നിങ്ങളുടെയൊക്കെ വാർത്തകളിലുണ്ട്. അറിയാതെ അവരുടെ വീട്ടിൽ 4 or 5 വോട്ട് ചേർത്തി എന്ന് പറയുന്നുണ്ട്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളാണ്. അപ്പൊ അതിന്റെ വസ്തുതകളെ പുറത്തു കൊണ്ടുവരണം. ഇലക്ഷൻ കമ്മീഷൻ എന്താ ഇപ്പൊ ബീഹാറിലെ ഉൾപ്പെടെ വോട്ടർ പട്ടിക കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്ത കിട്ടാത്ത വോട്ടർ പട്ടിക കൊടുക്കുന്ന കാര്യം എന്താ? അതിന്റെ കാരണം എന്താ? എന്ത് റീസണിംഗ് ആണ് ഇലക്ഷൻ കമ്മീഷന് പറയാനുള്ളത്? BJP കമ്മീഷന് പറയാനുള്ളത്? ഒരു മറുപടിയും പറയാനില്ല. ആരാവും വയ്യ?